ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് 30-ാം തീയതി ധ്യാനിച്ചിന്റെ ബർത്ത്ഡേ ആണ്. നമ്മൾ കേക്ക് മുറിക്കാനായിട്ട് എല്ലാവരും കൂടി വന്നിരിക്കുകയാണ്. ഉറങ്ങിയൊരു പരിപാടി. അവർ ചേച്ചി അളിയിൽ വരുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ധ്യാനുസ് ഇരുന്നിരുന്ന് മുഷിഞ്ഞ്, ധ്യാനുസിൻ്റെ അച്ഛൻ ഇരുന്ന് ഉറങ്ങി. 7:00 ജോലിയുണ്ട്. അപ്പോൾ കുറേ നേരം ഇരുന്ന് കുറേ നേരം പിന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ അവർ വന്നപ്പോൾ ഏകദേശം 7:45 ആയി കേട്ടോ. ഭയങ്കര ബ്ലോക്കും കഴിയും. അപ്പോൾ ഞാനും വേണ്ട വെയിറ്റ് ചെയ്ത് കിടന്നു. സ്വന്തമായിട്ട് നമുക്ക് കേക്ക് മുറിച്ച് തിന്നാൻ ഗൈസ്. അവൻ ഇന്നൊന്നും വരൂല ഗൈസ്. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് കേക്ക് മുറിച്ച് കഴിച്ചിട്ട് ഞാൻ വീട്ടിൽ പോകുന്നതായിരിക്കും ഗൈസ്. അങ്ങനെ അവർ വന്നു. അപ്പോൾ നമ്മൾ കേക്ക് താഴെ അമ്മമ്മ ഈ കാലൊന്നും വയ്യാത്തോടെ മേലോട്ട് കയറി വരണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ ഇത്തവണ അവിടെ വെച്ചാണ് കേക്ക് കെട്ടിയത്. അപ്പം എല്ലാവരും വന്നിട്ട് കൈലാസ് ഉറങ്ങിപ്പോയി കേട്ടോ വരുന്ന വഴിക്ക്. അതാ ഞാൻ ഇപ്പം വരാടാ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് വലിയ ഗമയിലൊക്കെ പറഞ്ഞിട്ട് വെച്ചാലാണ് ആൾ വന്നപ്പോൾ ഉറക്കമായിപ്പോയി. അപ്പോൾ ഉറക്കത്തിൻ്റെ ഒരു ഇതായതുകൊണ്ട് ഇത്തവണ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി നിന്നില്ല. അവനെ ആദ്യം എടുത്തുകൊണ്ട് കൊടുക്കണം. അപ്പോൾ അവൻ്റെ മൂഡ് ശരിയല്ല, അതുകൊണ്ട് അവൻ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ എല്ലാവരും കൂടെ കേക്ക് കട്ട് ചെയ്ത് പരസ്പരം ധ്യാനൂസ് വെച്ചൊക്കെ കൊടുത്ത് 8 മണിയും കണ്ടായി കേട്ടോ. അപ്പോൾ ചേച്ചിക്ക് വന്ന ശേഷം ജോലിയിൽ കുറച്ച് ബ്രേക്ക് പറഞ്ഞിട്ട് ഇറങ്ങി വന്ന ഒരാൾ. അങ്ങനെ നമ്മൾ കേക്ക് കട്ട് ചെയ്ത് പിന്നെ ഫുഡ് കുറച്ച് ബറോട്ട വാങ്ങി, ചിക്കൻ കറി വെച്ചു. അപ്പം അതൊക്കെ ആയിട്ട് നമ്മൾ ഇവിടെ കേക്ക് കട്ട് കഴിച്ച് അമ്മാവയ്ക്കുള്ള ഫുഡ് കൊണ്ട് കൊടുത്തിട്ട് ഞങ്ങളെല്ലാവരും മേലിൽ പോയി ഫുഡ് കഴിച്ചിട്ട് ഇന്നത്തെ വ്ളോഗ് അവസാനിക്കും. ചെറിയൊരു വ്ളോഗ് എടുത്തിട്ടുള്ളൂ. 30-ാം തീയതി ഇന്നലെ 28-ഓ 29-ാം തീയതി ഒരു കേക്ക് RCCയിൽ വെച്ചിട്ട് മുറിച്ചു. ഇന്നിപ്പം എല്ലാ വർഷവും മുറിക്കും ഇതുപോലെ. വീട്ടിൽ വേറെ ആരും ഇല്ല, ഞങ്ങൾ മാത്രമൊക്കെ കാണത്തുള്ളൂ. ചേച്ചി അളിയനും കാണാം ഒക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അങ്ങനെ എല്ലാവർക്കും കേക്കൊക്കെ വെച്ച് കൊടുത്തിട്ട് ധ്യാനൂസ് നിൽക്കുകയാണ്. ഇത്തവണ എന്തായാലും ധ്യാനൂസിൻ്റെ സ്കൂൾ 30-ാം തുറന്നുകൊണ്ട് ആദ്യമായിട്ട് അവന് മുട്ടായി കൊടുക്കാനൊക്കെ പറ്റിയിട്ട സ്കൂളിൽ അതിന് ഭയങ്കര ഹാപ്പി ആയിരുന്നു. മുട്ടായി കൊടുക്കാൻ വേണ്ടി മാത്രം ഉച്ചവരെ പോയിട്ട് വരികയാണ് ചെയ്തത്. അല്ലെങ്കിൽ ബർത്ത്ഡേ ആയിട്ട് പോകേണ്ടത്. ഇപ്പം ഡിസംബർ 30 ആയതുകൊണ്ട് എല്ലാ വർഷവും അവധി ദിവസമായിരിക്കും, വെക്കേഷൻ്റെ അവധി. അപ്പം എനിക്ക് ഒരു പ്രാവശ്യം വെച്ച് തന്നു കേട്ടോ. പിന്നെ വീണ്ടും എൻ്റെ വായിക്കൊണ്ട് വയ്ക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ അമ്മയ്ക്ക് വെച്ച് കൊടുന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റി. അങ്ങനെ എല്ലാവരും പരസ്പരം കേക്കൊക്കെ വെച്ച് കൊടുത്ത് ധ്യാനൂസിൻ്റെ ബർത്ത്ഡേ അപ്പോൾ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു ഗൈസ്. അങ്ങനെ ചേച്ചി ഞാൻ വീഡിയോ എടുത്തപ്പോൾ ചേച്ചിക്ക് കൊടുക്കുന്നത് ഞാൻ എടുക്കാൻ പറ്റില്ല, നമ്മൾ പെട്ടെന്ന് ഫോൺ വാങ്ങിച്ചതാണ്. അങ്ങനെ ധ്യാനൂസിൻ്റെ ബർത്ത്ഡേ, ഈ വർഷത്തെ ബർത്ത്ഡേ ഇവിടെ അവസാനിച്ചിരിക്കുന്നു ഗൈസ്. ഹാപ്പി ബർത്ത്ഡേ. പിന്നെ തുടങ്ങി രണ്ടും കൂടെ നിക്കറോട്ട് സ്റ്റീൽ ബോഡിയും കാണിച്ചുള്ള തുള്ളൽ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ഒരു 1:30 മണിയും കണ്ടായി കിടന്നപ്പം. അതുവരെ ഉറങ്ങിയിരുന്നവരൊക്കെ ഉണർന്ന്. 2 മണിക്ക് ഉറക്കം വന്നിരുന്നവരാ. 2 മിനിറ്റ് പാട്ടിട്ട് ഡാൻസ് കളിക്കുന്നതുകൊണ്ട് എനിക്ക് വോയിസേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അളിയനും കൂടെ നിക്കറൊക്കെ ഇട്ട് കളി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നിപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം അടുത്തുള്ളൊരു ബെൽ ബട്ടൺ കൂടി അമക്കി വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ RCCയിൽ കേക്ക് കട്ട് ചെയ്ത വീഡിയോ കൂടി ഞാൻ സർപ്രൈസ് കളിപ്പാട്ടോ ഇന്നലെ കളിപ്പാട്ടം കൊണ്ട് വെച്ചേക്കണം നോക്കിയൂടാ. ഇപ്പഴേ അടിച്ചു തുടങ്ങിക്കോ. എന്തത് വേണോ? ഇപ്പഴേ കളിച്ചു തുടങ്ങിയത്. ഉടങ്ങി തുടങ്ങാം. ഇനി ഇവിടെ ഉള്ളതൊക്കെ സ്വൈരതാണ്, അതന്നെ പ്രശ്നം. അപ്പോൾ ധ്യാനൂസിൻ്റെ അച്ഛൻ്റെ സർപ്രൈസാണ്. എനിക്കൊന്ന് ഒരാഴ്ച കൂടുതലായി ഇത് വന്നിരിക്കുന്നത്. മുകളിൽ തന്നെ ഇട്ട് പൂട്ടി, റൂമും പൂട്ടിയെടുത്ത് അടച്ചൊക്കെ ഇട്ടേക്കായിരുന്നു. ഇപ്പം സർപ്രൈസായി.